കുട്ടികളിലെ ഫോൺ അഡിക്ഷൻ ഇല്ലാതാക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് കുറേയധികം ആൾക്കാരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ഇടയിൽ കമൻ്റ് ഇട്ടത്. കുട്ടികളിലെ സ്മാർട്ട് ഫോൺ അഡിക്ഷൻ മാറ്റാൻ തയ്യാറെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ഒരു ദിവസം പെട്ടെന്ന് ഫോൺ പിടിച്ചു വാങ്ങി ഇന്നു മുതൽ ഫോൺ ഉപയോഗിക്കാൻ തരില്ല എന്ന് പറയരുത്. അങ്ങനെ ചെയ്താൽ കുട്ടികൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ദൈവത്തിന് പോലും പറയാൻ സാധിക്കില്ല. വളരെ അപകടകരമാണത്. കുട്ടികളുടെ സമ്മതത്തോടെ മാത്രം അവരുടെ സ്മാർട്ട് ഫോൺ ഉപയോഗം നിർത്താൻ പാടുള്ളൂ. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനുള്ള കുറച്ച് വഴികളിതാ. ഒന്നാമത്തെ കാര്യം, കുട്ടികളുടെ സ്മാർട്ട് ഫോൺ അഡിക്ഷൻ മാറ്റാൻ ശ്രമിക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും സ്മാർട്ട് ഫോൺ അഡിക്ഷൻ മാറ്റുക എന്നുള്ളതാണ്. അച്ഛനെയും അമ്മയും കണ്ടാണ് മക്കൾ പഠിക്കുന്നതെന്ന് നമുക്കറിയാം. അച്ഛനും അമ്മയും എപ്പോഴും ഫോണും നോക്കിയിരിക്കുന്നു, എന്നിട്ട് മക്കൾക്ക് സ്മാർട്ട് ഫോൺ അഡിക്ഷൻ മാറുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം. അതിനാൽ ആദ്യം അച്ഛൻ്റെയും അമ്മയുടെയും സ്മാർട്ട് ഫോൺ അഡിക്ഷൻ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ചെറിയ കുട്ടികളാണെങ്കിൽ സ്കൂളിലെ ടീച്ചറുടെ സഹായം തേടുക. അമിതമായി സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ടീച്ചർമാർ ഈ വിഷയത്തെപ്പറ്റി വിശദമായ പഠനം നടത്തി കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ക്ലാസ് എടുക്കണം. നമ്മുടെ കുട്ടികളെ നേർവഴിക്ക് നയിക്കുന്നതിൽ രക്ഷിതാക്കൾക്കുള്ള അതേ ഉത്തരവാദിത്തം ടീച്ചർമാർക്കുമുണ്ട്. ശരിയല്ലേ? മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ സൗണ്ട് ഓഫ് ചെയ്ത് കുട്ടികൾ പഠിക്കുന്ന റൂമിൽ നിന്നും ദൂരെ മാറ്റിവെക്കുക. നാലാമത്തെ കാര്യം, കുട്ടികൾ അമിതമായി ഫോൺ ഉപയോഗിക്കുന്ന സമയം ഏതാണെന്ന് കണ്ടെത്തുക. ആ സമയം അച്ഛനും അമ്മയും എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് കുട്ടികളുടെ കൂടെ സമയം ചെലവഴിക്കുക. കുട്ടികളുടെ കൂടെ കളിക്കാനും ഇന്ന് സ്കൂളിൽ നടന്ന കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനും രക്ഷിതാക്കളുടെ ജീവിതത്തിൽ നടന്ന നല്ല കാര്യങ്ങൾ കുട്ടികളുമായി പങ്കുവെക്കാനും എല്ലാം ഈ സമയം ഉപയോഗിക്കാം. അഞ്ചാമത്തെ മാർഗം പല രക്ഷിതാക്കളും പരീക്ഷിച്ച് വിജയിച്ച മാർഗമാണ്. അതിന് ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങളുടെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ് എന്ന് കണ്ടുപിടിക്കുകയാണ്. ഉദാഹരണത്തിന്, കളിപ്പാട്ടങ്ങൾ ഇഷ്ടപ്പെടുന്ന ചെറിയ കുട്ടികളാണെങ്കിൽ ഓൺലൈനിൽ ആ കുട്ടിക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കളിപ്പാട്ടം കുട്ടിയെ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് പറയുക, 30 ദിവസം നീ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ 30ാമത്തെ ദിവസം ഈ കളിപ്പാട്ടം നിനക്ക് വാങ്ങിത്തരുമെന്ന്. അതിനുശേഷം ഒരു പേപ്പറിൽ 1 മുതൽ 30 വരെ നമ്പർ എഴുതുക. എന്നിട്ടൊരു ചുമരിൽ ഒട്ടിച്ചു വെക്കുക. അതിനുശേഷം ഫോൺ ഉപയോഗിക്കാത്ത ഓരോ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് കുട്ടികളെ കൊണ്ട് തന്നെ ഓരോ നമ്പറിൽ ടിക്ക് മാർക്ക് ചെയ്യിപ്പിക്കുക. അങ്ങനെ 30 ദിവസം ചെയ്യിപ്പിക്കുക. കുട്ടികൾ ഇത് കൃത്യമായി ചെയ്യുകയാണെങ്കിൽ 30ാമത്തെ ദിവസം നിങ്ങൾ പറഞ്ഞ കളിപ്പാട്ടം വാങ്ങിക്കൊടുത്തിരിക്കണം. കളിപ്പാട്ടം എന്നുള്ളത് ഒരു ഉദാഹരണം മാത്രമാണ്. ഓരോ കുട്ടികൾക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. അത് മനസ്സിലാക്കി ചെയ്താൽ മാത്രമേ ഇത് വർക്ക് ആവുകയുള്ളൂ. എല്ലാ അച്ഛനമ്മമാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ.